ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL ക്രിക്കറ്റ് മത്സരങ്ങൾ 8 ദിവസത്തിനു ശേഷം ഇന്ന് പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ആദ്യ മത്സരം. നീണ്ട ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം IPL ക്രിക്കറ്റ് ആരവം തിരികെയെത്തുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നാണ് ഒരാഴ്ചയിലേറെയായി IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നിർത്തിവെച്ചിരുന്നത്. സംഘർഷങ്ങൾക്ക് അറുതി വന്നതോടെ വീണ്ടും ഇന്നു മുതൽ ഗ്യാലറികളിൽ ക്രിക്കറ്റ് ആവേശം നിറയും. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വീണ്ടും മത്സരാവേശത്തിന് അരങ്ങുണരുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ആദ്യ മത്സരം. നിലവിൽ 12 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും ഒരു ടീമിനും പ്ലേ ഓഫ് ഉറപ്പിക്കാനായില്ല എന്നത് പോരാട്ടങ്ങളുടെ തീവ്രത കൂട്ടുന്നു. 10 ടീമുകളിൽ 3 ടീമുകൾ പ്ലേ ഓഫ് കാണാതെ നേരത്തെ പുറത്തായിരുന്നു. ബാക്കിയുള്ള 7 ടീമുകളിൽ ആരൊക്കെയാണ് പ്ലേ ഓഫ് കടക്കുമെന്ന് ഉടനറിയാം. ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പ്ലേ ഓഫിന് ഒരു ജയം മാത്രം അകലെയാണ്. ഇരു ടീമുകൾക്കും 3 മത്സരങ്ങൾ ബാക്കിയിരിക്കെ 16 പോയിന്റ് വീതമുണ്ട്. അടുത്ത 3 കളികളിൽ ഒരെണ്ണം ജയിച്ചാൽ RCBക്കും ഗുജറാത്തിനും പ്ലേ ഓഫിലെത്താം. 1-ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് അവസാന 3 കളികളിൽ 18-ന് എവേ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും 22-ന് ഹോം മത്സരത്തിൽ ലക്നൌവും 25-ന് ചെന്നൈ സൂപ്പർ കിങ്സുമാണ് എതിരാളികൾ. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 2-ാം സ്ഥാനത്തും പഞ്ചാബ് കിങ്സ് 3-ാം സ്ഥാനത്തുമുണ്ട്. മികച്ച താരനിരയുള്ള മുംബൈ ഇന്ത്യൻസും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളിൽ ചിലർ മാത്രമാണ് ടീമിനൊപ്പം ചേരുക. ഈ സാഹചര്യത്തിൽ ഫ്രാഞ്ചൈസികൾക്ക് പുതിയ പകരക്കാരെ കൊണ്ടുവരാൻ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ 57 മത്സരങ്ങൾ പൂർത്തിയായി. ഇനിയും 13 മത്സരങ്ങൾ അവശേഷിക്കുന്നു. കൂടാതെ ക്വാളിഫയറും എലിമിനേറ്ററും ഫൈനലും. ക്രിക്കറ്റ് ഗാലറികൾ വീണ്ടും സജീവമാകുമ്പോൾ IPL ചാമ്പ്യൻ ആരെന്ന് ജൂൺ 3-ന് അറിയാം. സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്.